Good afternoon. Good afternoon, sir. Good afternoon, ma'am. Good afternoon, sir. Good afternoon. Yes, Miss കാണാം. അല്ല കാണാൻ പറ്റും. Prayer ആരാണ്? Prayer. ഇല്ലല്ലോ. Prayer ആരുല്ലേ? ആരാണ്? Prayer ആശ. ആശ സുനീഷ് prayer പാടും കേട്ടോ. ആശ സുനീഷ് കേൾക്കുന്നുണ്ടോ? Prayer clear ഇല്ല മാം. ചൊല്ലിക്കോളൂ. prayer ചൊല്ലോ. ഓക്കെ. അഖിലാണ്ടമണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ദൈവമേ സുരഗോള ലക്ഷ്യങ്ങളണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അഖിലാണ്ടമണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി. Okay, thought of the day. Good afternoon, ma'am. I am Adilya. Thought of the day. If I had foreseen Hiroshima and Nagasaki, I would have drawn upon my formula in 1905. Albert Einstein. Okay, sign in. Sign in by Shruti Sanesh. ഞാനൊരു ഫോറസ്റ്റിന്റെ തീം സോങ് പാടാം മാം. ഒരു കുടം നീരുമായി മലയിറങ്ങും പുഴ മുലയൂട്ടിലാളി ഹരിത തീരങ്ങളിൽ. ഒരു കുടം നീരുമായി മലയിറങ്ങും പുഴ മുലയൂട്ടിലാളിച്ച ഹരിത തീരങ്ങളിൽ. കാടിന്ന പാരത കടലിന്ന ഗാധത കൈവന്ന സാഫല്യ ഭൂമി. കാനനച്ചേലിന്റെ ഗന്ധകപ്പച്ചയിൽ മാഗന്ധമൂറുന്ന മന്ദാരഭൂമി. കാടും കാട്ടാറും കടലും കേരള നാടിന്റെ പെരുമാ. കാടകപ്പൊരുളിന്റെ തനിമ നാടിനുയിരിൻ പൊലിമ. നാടിനുയിരിൻ പൊലിമ. നാടിനുയിരിൻ പൊലിമ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. Okay, ശ്രുതി അത് പറഞ്ഞതിന് ശേഷം അറ്റിറ്റ് പറഞ്ഞതിന് ശേഷം എന്താ പറയേണ്ടത്? സൈനിങ് ബൈ ശ്രുതി കേട്ടോ. ആദ്യമല്ല പറയേണ്ടത്. ഓക്കെ മാം. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. Good afternoon. Good afternoon, മാം ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. എന്താണ് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. എന്തെങ്കിലും? മാം ഒരു 2 weeks മുമ്പ് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻസിന്റെ? അത് മാം നമ്മുടെ ചൈൽഡിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ആണോ അതോ ഗ്രോത്തിന്റെ ഡെവലപ്മെന്റ്? ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ? അത് ഗ്രോത്തിന്റെ സെപ്പറേറ്റ് ഡെവലപ്മെന്റിന്റെ സെപ്പറേറ്റ് അങ്ങനെയാണോ അതോ ചൈൽഡ് ഗ്രോത്ത് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇത് നമുക്ക് കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മള് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പല പെർസ്പെക്ടീവ്സ് ഉണ്ടല്ലോ, അതിലുള്ള ഡെഫിനിഷൻസ് ആണ് മിക്കവരും കുറച്ച് പേര് ഞാൻ ഇൻക്ലൂഡഡ് കുറച്ച് പേര് അങ്ങനെയാണ് എഴുതിയത്. ഞാൻ എന്നോട് ചോദിച്ചവരോടും അങ്ങനെ പറഞ്ഞു. എല്ലാവരും അറ്റൻഡ് ചെയ്തോ? ഇപ്പൊ എന്തായാലും കൺഫ്യൂഷൻ മാറി. ഓക്കെ മാം, താങ്ക് യു.
നിങ്ങൾ സ്പീച്ച് ചെയ്തായിരുന്നോ ആക്ടിവിറ്റി ആയിട്ട്? സ്പീച്ച് ഇല്ല മിസ്, ചെയ്തിട്ടില്ല. ടീച്ചർ ടോപ്പിക്സ് വന്നിട്ട് നിങ്ങൾ ആരും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. ചോദിച്ചെന്താണെന്നറിയോ? ഏതൊക്കെ ക്ലാസ്സിൽ ആക്ടിവിറ്റി കൊടുത്തെന്ന് ചിലപ്പോൾ ഒരു ബോധം ഉണ്ടാവില്ല. ചോദിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഇനി ചെയ്തോന്ന് എനിക്കൊരു ഡൗട്ട്. നമ്മൾ ഓൾറെഡി ഒരു ആക്ടിവിറ്റി ചെയ്തിരുന്നല്ലേ? ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു. അത് ചെയ്തു. ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്ന വേറൊരു സെഷൻ ആക്ടിവിറ്റി ആയിട്ട് മിസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എഴുതാനായിട്ട്. പിന്നെ അന്നൊരു ദിവസം ഇങ്ങനെ ഹാപ്പിയസ്റ്റ് ഡേ എഴുതി പറയിപ്പിച്ചു. ഓക്കെ, അപ്പൊ മറ്റത് നിങ്ങൾ ആക്ടിവിറ്റി എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാം. നമ്മളിപ്പോ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് സ്പീച്ച് ചെയ്യണം. അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ടോപ്പിക് തന്നിട്ട് നിങ്ങൾ അതെങ്ങനെ ചെയ്യും? ഇപ്പൊ എല്ലാവരും പേടിച്ചു പേടിക്കണ്ട. നമ്മൾ ഒരു 7 ടോപ്പിക്സിലൂടെ കടന്നു പോകും. പക്ഷെ ഒരു ടോപ്പിക്സ് 2 പേരെ ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട്. അതായത് ഒരു ടോപ്പിക്ക് തരുമ്പോ നിങ്ങൾക്ക് അപ്പൊ തോന്നുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. വളരെ സമയം കുറച്ചെടുക്കും. ഒരുപാട് സമയം വേണ്ട. അനുമോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാമോ? ഓക്കെ, യെസ്. അപ്പൊ ടോപ്പിക്ക് അത്രക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ചെയ്യുന്നതിന്റെ കാര്യം ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ. ഫസ്റ്റ് ടോപ്പിക് ടീച്ചർ പറയട്ടെ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഞാൻ പേര് വിളിക്കുക, അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾ ആരാണെന്ന് വെച്ചാലും മുന്നോട്ട് വരിക. ഫസ്റ്റ് ടോപ്പിക് ബെനഫിറ്റ്സ് ഓഫ് യോഗ. യോഗയുടെ ഗുണങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ ബെനഫിറ്റ്സ് ഓഫ് യോഗ. അറിയാലോ ടോപ്പിക്? മനസ്സിലായോ? ക്ലിയർ ആണോ ടോപ്പിക്? ആരാണ് പറയുന്നത് ആദ്യം? നിങ്ങൾ റെഡിയാണോ? ശ്രമിക്കാം. ബഹുമാനപ്പെട്ട മിസ്, ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങളെ, ഇന്ന് പറയാൻ പോകുന്ന വിഷയം യോഗയെ കുറിച്ചാണ്. യോഗ എന്ന് പറയുന്നത് ഒരു ശാരീരികമായിട്ടുള്ള അഭ്യാസമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണപ്രദമായ ഒരു എക്സസൈസ് ആണ് യോഗ എന്ന് പറയുന്നത്. യോഗ നൂറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകൾ ചെയ്തു പോരുന്നതാണ്. ഇപ്പോഴാണ് കൂടുതലായിട്ടും ആളുകളിലേക്ക്, നമ്മുടെ സാധാരണക്കാരിലേക്ക് കൂടി യോഗ വന്നു തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മള് യോഗ ദിനം ആചരിക്കാറുണ്ട്. കുറച്ച് സാധാരണ ഒരു മിനിറ്റ്, നിങ്ങള് സ്പീച്ച് ആണെന്ന് കരുതി ആരും ലെഫ്റ്റ് ആയൊന്നും പോകരുത് കേട്ടോ. ആരും ലെഫ്റ്റ് ചെയ്ത് പോകരുത്. നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ആണത്. ലൈവ് സെഷൻസ് ആണ്. ആരും ലെഫ്റ്റ് ആവരുത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. സാധാരണക്കാരിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ യോഗ ഡേ ഒക്കെ ആചരിക്കുന്നത്. അതിലൂടെ നമുക്ക് കുട്ടികളിലേക്കും സ്കൂൾ കുട്ടികളിലേക്കും എല്ലാം യോഗ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ അവരറിയുന്നുണ്ട്. ദിവസവും യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുന്നു. പിന്നെന്താണ്, ശരീരത്തിന്റെ ഘടന നിലനിർത്താൻ സാധിക്കുന്നു. കൂടാതെ മാനസികമായിട്ടുള്ള ചിന്താഗതികൾക്കൊക്കെ വ്യത്യാസം വരുന്നു. കൂടാണ്ട് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ, ഹാർട്ടിനായാലും സ്ത്രീകൾക്ക് ആണെങ്കിൽ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ഒരു ഓർഡറിലാവാൻ വേണ്ടിയിട്ട് യോഗ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെന്താണ്, നമുക്ക് സ്ട്രെസ് റിലീഫിന് ഏറ്റവും കൂടുതൽ നല്ലത് യോഗ ചെയ്യുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ദിവസവും ഒരു 30 മിനിറ്റ് എങ്കിലും യോഗ അഭ്യസിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെക്സ്റ്റ് ആരാണ് ഈ ടോപ്പിക് പറയുന്നത്? ഒരാൾക്ക് ടോപ്പിക് കേട്ടോ. ആരാണ് ടോപ്പിക്? എസ് നായരാണോ? അതെ മാം. നമസ്കാരം. പറയാവുന്നവരാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അത് പ്രശ്നമില്ല. ഞാൻ വീട്ടിലിരിക്കുന്നത് കൊണ്ടാണ് ഓക്കെ ഞാൻ കാണിച്ചത്. പറഞ്ഞോളൂ. നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് യോഗയെ കുറിച്ചാണ്.
യോഗയുടെ ഗുണങ്ങളെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് പണ്ട് കാലത്ത് നമ്മൾ യോഗ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന, അതായത് ഋഷിവര്യന്മാരുടെ ഇടയിലായിരുന്നു ഈ യോഗ എന്ന് പറയുന്ന ഒരു സംഭവം. ഇന്ന് പക്ഷെ നമ്മൾ എല്ലാവരും സ്കൂളുകളിലായാലും കോളേജിലായാലും ഏത് മേഖലയിലായാലും യോഗ എന്ന് പറയുന്നത് അതൊരു തീമായിട്ട് തന്നെ അവരെടുത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കായാലും എല്ലാവർക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്താനായിട്ട് യോഗ നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ പല അസുഖങ്ങൾക്കും, അതേപോലെ നമുക്കൊരു ഉന്മേഷം, രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ്നെസ്സും അതായത് നല്ല ഒരു ഉന്മേഷവും ലഭിക്കാൻ യോഗ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. കുറെ അസുഖങ്ങളിൽ നിന്നും നമ്മൾക്ക് മുക്തി നേടാൻ യോഗ ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട്. ഇപ്പോ അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ജൂൺ 21. അത് നമ്മളുടെ നരേന്ദ്രമോദി 2014 ഐക്യരാഷ്ട്ര അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരമാണ് ലോകമെമ്പാടും യോഗാ ദിനം എന്ന് ജൂൺ 21 നമ്മൾ ആചരിച്ചു വരുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യ അതിൽ അഭിമാനിക്കും. കാരണം അന്താരാഷ്ട്ര ലെവലിൽ തന്നെ യോഗാ ദിനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ദിവസം തന്നെ വരുന്നതിന് കാരണമാകുന്നത്. അതുകൊണ്ട് നമ്മളും ഓരോ ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും യോഗ ചെയ്യാനും അതായത് എക്സസൈസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഞാൻ പറയുന്ന ടോപ്പിക്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ഏതൊക്കെ ടോപ്പിക്കുകളാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോട്ട് ചെയ്ത് പോണേ. യെസ്. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് ബെനഫിറ്റ്സ് ഓഫ് യോഗയാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് കൺസർവേഷൻ. എൻവയോൺമെന്റൽ കൺസർവേഷൻ, പാരിസ്ഥിതിക സംരക്ഷണത്തെ കുറിച്ച് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ചിട്ട് ആരാണ് സംസാരിക്കുന്നത്? ഐശ്വര്യ സ്പീച്ചാണോ? സ്പീച്ച്. ബഹുമാനപ്പെട്ട ടീച്ചർ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക്ക് എൻവയോൺമെന്റൽ കൺസർവേഷൻ. നമുക്ക് അറിയാം, നമ്മളും എൻവയോൺമെന്റിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ചുറ്റും പല കാര്യങ്ങളും നമ്മൾ ആശ്രയിക്കുന്നത് എൻവയോൺമെന്റിനെ ആണ്. ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാട് പ്ലാസ്റ്റിക്കിനെ വരെ ഭക്ഷിക്കുന്ന ബാക്ടീരിയസിനെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മൾ എൻവയോൺമെന്റ് ആയിട്ട് നമ്മളെ കൈകടത്തൽ എത്രയും വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ദുഷ്ടചിന്തകളും അതുപോലെ പ്ലാസ്റ്റിക് വലിച്ചെറിയല്, അങ്ങനെ കുറെ മലിനീകരണങ്ങൾ നമ്മുടെ എൻവയോൺമെന്റ് നമ്മുടേതായിട്ട് ചാർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗവേഷണങ്ങൾ പറയുന്നത് കൂടുതൽ നമ്മളെ ഓസോൺ പാളിക്ക് വരെ വിള്ളലേൽക്കുന്ന സാഹചര്യമാണ് മനുഷ്യരുടെ കൈകടത്തൽ മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ കൊച്ചു കുട്ടികള് കൂടുതൽ ഇടപഴകുന്നത് നമ്മുടെ ചുറ്റുപാടുമായിട്ടാണ്. അപ്പോൾ നമ്മള് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എത്രത്തോളമാണ് എൻവയോൺമെന്റ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നും. അതുപോലെ നമുക്ക് എന്തൊക്കെ നമുക്ക് എന്തൊരു കാര്യം തുടങ്ങാൻ നമ്മളെ ഒരു അസംസ്കൃത വസ്തു റിസോഴ്സ് ആയിട്ട് നമ്മൾ ആശ്രയിക്കുക നമ്മുടെ എൻവയോൺമെന്റിനെയാണ്. അപ്പോൾ അതിനെ ഒരു കേടുപാട് കൂടാതെ സംരക്ഷിക്കല് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ കൊച്ചു മക്കൾക്കും നമ്മൾ അവരുടെ അറിവിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടും അതിലുള്ള സഹജീവികളും അത് അവർക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ അത് നോക്കിക്കൊണ്ട് പോകുന്നതും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നെക്സ്റ്റ് ആരാണ് ഈ ടോപ്പിക് പറയുന്നത്? ഞാൻ പറയാം. ബഹുമാനപ്പെട്ട മിസ്സിനും എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് തന്നിരിക്കുന്ന ടോപ്പിക്കാണ് എൻവയോൺമെന്റൽ കൺസർവേഷൻ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം എന്നും പറയാം. എല്ലായിടത്തും ജൂൺ 5 സ്കൂൾ തുറക്കുന്ന ആദ്യവാരം തന്നെ ജൂൺ 5 സ്കൂൾ തലങ്ങളിലും എല്ലാ തലങ്ങളിലുമായിട്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള പല മോട്ടോസുമായിട്ട് എല്ലാവരും അത് ആചരിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു ചെറിയ അളവിൽ പോലും നമുക്ക് നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും നമ്മൾ തന്നെ പ്രകൃതിയെ ഒരുപാട്
നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതിന് ഒരു ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗമാണ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മണ്ണിനെ മാത്രമല്ല പല രീതിയിലും, അത് കത്തിക്കുമ്പോഴായാലും എന്താണ് വായുമലിനീകരണം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നു. അപ്പം ആ മലിനീകരണങ്ങളെയൊക്കെ ഒന്ന് നമുക്ക് മാറ്റി നിർത്തണമെങ്കിൽ ആദ്യം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മാറ്റണം, അല്ലെങ്കിൽ നിർത്തണം. പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോഴത്തേക്കും ഈ പ്ലാസ്റ്റിക് കവറുകളിലൊന്നും അല്ല കിട്ടുന്നത്. ചെറിയ ചെറിയ പീടികയിൽ പോകുമ്പോഴത്തേക്കും പേപ്പറിലൊക്കെയാണ് അവർ പൊതിഞ്ഞ് തന്നുകൊണ്ടിരുന്നത്. ഇന്ന് അതൊക്കെ മാറി ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും എല്ലാം പാക്കഡ് ആയിട്ടാണ് വരുന്നത്. ആ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമുക്ക് ഒരു പരിധിവരെ മാത്രമേ നമുക്കിപ്പോ ഹരിതകർമ്മസേനയിലൂടെ ആണെങ്കിലും നീക്കം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം അത് നമ്മളെ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് പ്രകൃതിയായാലും പരിസ്ഥിതിയായാലും സംരക്ഷിക്കാൻ പറ്റുള്ളൂ. പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതി നമ്മളെ സംരക്ഷിക്കില്ല എന്ന വാക്കുകളോടുകൂടി ഞാൻ എന്റെ സ്പീച്ച് ഇവിടെ ഉപസംഹരിച്ചു. നെക്സ്റ്റ് ടോപ്പിക് പറയട്ടെ. താങ്ക് യു രമ്യ. അബൌട്ട് ഡ്രീംസ്, സ്വപ്നങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കും. About dreams. ആരും പറയണില്ലെന്നാണെങ്കിൽ പങ്കെടുത്തവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ആരും പറയണമെന്നില്ലെന്നാണെങ്കിൽ. നിങ്ങൾക്കൊരു സ്വപ്നമില്ലേ? ഞാൻ പറഞ്ഞോട്ടെ. ഹസ്ന പറയൂ. മിസ് അബൌട്ട് ഡ്രീംസ്, ഞാനിന്ന് സ്പീച്ച് പറയാൻ പോകുന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ, മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും എന്റെ ഗുഡ് ആഫ്റ്റർനൂൺ. ഡ്രീംസ്, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല. സാഹചര്യങ്ങൾ കാരണം ഒന്നും നടന്നില്ല. അപ്പൊ എന്റെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു എനിക്കൊരു അഡ്വക്കേറ്റ് ആവണമെന്ന്. എനിക്ക് സമൂഹത്തെ സേവിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എന്റെ ഫാദർ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത് കണ്ടിട്ട് ഉണ്ടായതാണ്. അതുകൊണ്ട് എന്റെയും സ്വപ്നം ആൾക്കാരെ സഹായിക്കണം, അത് അർഹിക്കുന്നവരെ സഹായിക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയാം. ഇവിടെ ഇപ്പൊ ഒന്ന് നമ്മളെ നാട്ടിലൊക്കെ കാണാൻ എന്നും ഓരോരുത്തരും വരും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അന്വേഷിച്ചിട്ടേ എന്തും കൊടുക്കാവൂ. അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ സേവിക്കുക, എൻവയൺമെന്റ് കൺസേർവ് ചെയ്യുക, അതൊക്കെയാണ് എന്റെ ആ സ്വപ്നങ്ങൾ. താങ്ക് യു മാം. സ്വപ്നങ്ങൾ എന്താണ് നിങ്ങൾക്ക്? എങ്ങനെയാണ് ഹസ്നയ്ക്ക് സ്വപ്നം എന്നൊരു വികാരം? അതൊന്ന് പറയാം. സ്വപ്നത്തിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ ലൈഫില്? എനിക്കോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ അഡ്വക്കേറ്റ് ആവണോന്ന് പറഞ്ഞു, പക്ഷെ അതിനേക്കാൾ എത്രയോ ഭേദപ്പെട്ട ഒരു പൊസിഷനാണ് ഇപ്പോ ടീച്ചർ, അല്ലേ? ലോങ് ലൈഫ് റെസ്പെക്ട് കിട്ടുന്ന ഒരു ജോലിയാണ് ടീച്ചർ. ഓക്കെ. പക്ഷെ അഡ്വക്കേറ്റ് ആവാനാണ് സ്വപ്നം ഉണ്ടായിരുന്നത്, അല്ലേ? യെസ് മാം. പക്ഷെ സ്വപ്നത്തിന്റെ കൂടെ വർക്ക് ചെയ്യണമായിരുന്നു, വർക്ക് ചെയ്യാൻ പറ്റിയില്ല. സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ 18 വയസ്സായപ്പോ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ പിന്നെ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം കല്യാണം കഴിച്ചു കൊടുത്തൊന്നും കിട്ടിയില്ല. ഓക്കെ. ശരി, എത്രയുള്ളൂ പറയാനായിട്ട് ഹസ്നയ്ക്ക്? യെസ് മാം. ഹസ്ന ഇനി സംസാരിച്ച ഹസ്ന ചിലപ്പോൾ ഇമോഷണൽ ആവും. കേട്ടോ. നെക്സ്റ്റ് ആരാണ്? ഞാൻ പറയട്ടെ മാം. പറയാം. ഷാരി മോൾ. യെസ് മാം. ബഹുമാനപ്പെട്ട മാം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാരി. സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവില്ല. കുട്ടിക്കാലം മുതൽ സ്വപ്നങ്ങൾ കണ്ട് നടന്നവരാണ് നമ്മൾ എല്ലാവരും. എല്ലാവർക്കും അവരവരുടെ സ്വപ്നങ്ങൾ കീഴടക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ കീഴടക്കാൻ പറ്റിയിട്ടുണ്ടാവാം, ചിലർക്ക് സാഹചര്യങ്ങൾ മൂലം അത് നടത്തിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. അങ്ങനെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. പക്ഷെ സ്വപ്നം കാണുന്നതിന് നമുക്ക് ജീവിത സാഹചര്യങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും സ്വപ്നങ്ങൾ കാണാം. ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ കണ്ടൊരു സ്വപ്നമാണ്
ഒരു സിംഗർ ആകുക എന്നുള്ളത്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനായിരുന്നു പാട്ട് പാടാനൊക്കെ എന്റെ കൂടെ ഉണ്ടാവുക, എന്നെ കൊണ്ടു നടക്കുക എല്ലാം. അപ്പൊ അന്ന് എന്റെ അച്ഛൻ മൂലം എനിക്ക് തോന്നിയ ഒരു ഇഷ്ടമാണ് ഒരു ഗായിക അറിയപ്പെടുക, ഗായികയായിട്ട് അറിയപ്പെടുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്റെ ഏഴാം ക്ലാസ്സിൽ, എന്റെ 10ാമത്തെ വയസ്സിൽ എന്റെ അച്ഛൻ മരിച്ചു. അതോടുകൂടി ഏകദേശം നമ്മുടെ സ്വപ്നങ്ങൾ തീർന്നു എന്നുള്ള ഒരു ലെവലായി. എന്ന് വെച്ചാൽ അമ്മ പിന്നെ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻ. പിന്നെ നമുക്ക് നേവൽ ബേസിൽ ജോലിയായി ടെസ്റ്റ് എഴുതി അങ്ങനെ കയറി അമ്മ ആ ഒരു ഇതിലായി, ജോലിയിലേക്കായി. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നീ മ്യൂസിക്കിലേക്കുള്ള വലിയ കോൺസെൻട്രേഷൻ കൊടുക്കണ്ട, അത് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയൊന്നും കിട്ടാനുള്ള ഇതില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനോടൊരു ടേസ്റ്റ് ഉള്ള ആൾ എന്റെ അച്ഛനായിരുന്നു. എന്നെ പാട്ടിനോട് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആൾ എന്റെ അച്ഛനായിരുന്നു. അപ്പൊ നമുക്ക് അമ്മയുടെ ടേസ്റ്റ്, അമ്മേനെ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അവര് നമ്മളുടെ ഒരു ഭാവി പ്രൊട്ടക്ഷൻ, അതിന്റെ ഒരു ഇതാവണം എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞ് പഠിപ്പിച്ചത്. അങ്ങനെ ബികോം ചെയ്യുക, എന്നാലേ കയറാൻ പറ്റുമോ എവിടെയെങ്കിലും എന്നൊക്കെ പറഞ്ഞു. BA മ്യൂസിക്കിന് ഞാൻ കുറെ സ്ട്രെസ് ചെയ്തു, അന്നേരമെങ്കിലും ഒന്ന് കയറാം എന്നുള്ള ഇതിൽ. അപ്പൊ വേണ്ട, ബികോം പഠിച്ചാൽ മതി, അക്കൗണ്ടന്റ് ആയിട്ടാ അല്ലെ നേവൽ ബേസിൽ എവിടെ ഡാറ്റ എൻട്രി അങ്ങനെ എന്തെങ്കിലും കയറാം എന്നൊക്കെയുള്ള ഇതിൽ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അപ്പൊ സ്വപ്നം എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വേണ്ടത് എന്റെ അച്ഛനെ കുറിച്ചുള്ള എന്ന് വെച്ചാൽ സ്വപ്നം. ഓരോരുത്തർക്ക് പല പല രീതിയിലായിരിക്കും. ഇപ്പൊ നമുക്കൊന്നും ഇപ്പൊ ഞാനൊരു ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തുന്നത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നാൾ അംഗനവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ കുട്ടികളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനുള്ള ഒരു അധികം സാഹചര്യം കിട്ടിയില്ല, കോവിഡിന്റെ ടൈം ആയിരുന്നു. അതുകൊണ്ട് വലിയ അധികം പിള്ളേർ വരുമ്പോൾ ജസ്റ്റ് കണ്ടുപോകും എന്നല്ലാതെ ഒരു 1 ഇയർ ആ ഒരു ടൈമിനായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡാണത്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഇപ്പൊ നമ്മളുടെ മുമ്പിൽ ടീച്ചറെ എന്ന് വിളിച്ച് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ അതായത് PMY എന്ന് പറയുമ്പോൾ നമുക്ക് ഗർഭാവസ്ഥയിലുള്ളവർക്കുള്ള നമുക്ക് ബാങ്ക് വഴിയുള്ള പൈസ കിട്ടുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ നേടിക്കൊടുക്കുക. പിന്നെ അർഹതപ്പെട്ടവർക്കുള്ള, അതായത് അഡൽട്സിന് ഉള്ള ഫുഡ് കാര്യങ്ങള്, അങ്ങനെയുള്ള നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ നമ്മൾ ആലോചിച്ച് നമുക്ക് ആ ഒരു ടീച്ചറെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു പവർ പോലെയാന്ന് വെച്ചാൽ അതൊരു പവർ തന്നെയാ ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു. അപ്പൊ ആ ഒരു ഫീൽഡിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ ലക്ഷ്യം വേറെ ഒരു രീതിയിലേക്കായി നമ്മൾ എത്തിപ്പെട്ടത്. ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ, അമ്മ പറഞ്ഞ പോലെ ആ ഒരു ഫീൽഡ് നമുക്ക് ഇഷ്ടപ്പെട്ട നേവൽ ബേസിൽ തന്നെ ഇപ്പൊ ടെമ്പററി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ മാക്സിമം, പക്ഷെ ഇപ്പൊ നമ്മളുടെ ഒരു തലമുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടം മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാത്ത ഒരു നമ്മുടെ ഇഷ്ടങ്ങൾ നടത്തിപ്പെടാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഇല്ലായ്മ, അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാമാണോ അതെല്ലാം ഇപ്പോഴത്തെ ഒരുവിധപ്പെട്ട ഫാമിലിയിലുള്ള അച്ഛനമ്മമാര് മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിൽ ഓരോരുത്തരും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അവർക്ക് അത് ചിറക് വെച്ച് പറക്കാനുള്ള അവസരം ഉണ്ടാകുന്ന രീതിയിൽ എല്ലാവരുടെയും ഒരു സഹകരണത്തോടുകൂടി കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെക്സ്റ്റ് ടോപ്പിക് നിങ്ങളെങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ പറയാം. അമ്മ, മദർ, അമ്മയെ കുറിച്ച് 2 വാക്ക്. ഹായ് മിസ്, മനോപുര മിസ്സിനും എല്ലാ ഫ്രണ്ട്സിനും നമസ്കാരം. നിങ്ങൾ ആ ഒരു ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണ്ട, നിങ്ങളെ ടോപ്പിക്കിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് പറയുന്ന വിഷയം അമ്മ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഇമോഷണൽ ഫീലിംഗ് ആണ് അമ്മ എന്ന് പറയുമ്പോൾ വരിക. എല്ലാവർക്കും അതേ ഒരു നമുക്ക് അത്രയും എന്താ പറയാ, നമ്മൾ ഇപ്പൊ ഞാനായിക്കോട്ടെ, നമുക്ക് ഒരു കുട്ടി നമ്മുടെ ഉദരത്തിൽ ഉള്ളത് മുതൽ നമുക്ക് ആ ഫീലിംഗ് നമ്മൾ അനുഭവിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓരോ വളർച്ചയിലും നമ്മൾ എങ്ങനെയായിരിക്കും, അവർ വളർന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മളുള്ള സ്നേഹം എങ്ങനെയായിരിക്കും, അപ്പൊ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കും. അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വിഷമം വന്നാലും നമുക്ക് എന്തൊരു ആവശ്യം വന്നാലും നമ്മൾ ആദ്യം ഓർക്കുന്നത് അമ്മയായിരിക്കും. നമ്മുടെ ലൈഫിൽ എന്തൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈവൻ നമ്മൾ എവിടെയെങ്കിലും തട്ടി വീണാൽ പോലും നമ്മൾ ആദ്യം അയ്യോ അമ്മ അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് തന്നെ. കാരണം അത്രയും നമുക്ക് അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരാള് അമ്മയാണ്. നമ്മളിപ്പം ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് എന്തൊരു പ്രശ്നങ്ങൾ നമ്മളിപ്പം എന്തൊരു കാര്യത്തിന് നമ്മൾ അന്വേഷിക്കാനാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ചറിയാനാണെങ്കിലും ആദ്യം നമ്മൾ വിളിക്കുന്ന ഒരു വ്യക്തി അമ്മയായിരിക്കും. അമ്മ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു പൂർണ്ണത വരുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എന്തും പറയാം, എന്തിനൊരു സപ്പോർട്ടായിട്ട് ഒരാളുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും.
അമ്മ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ഒരു കാര്യമാണ്. നമുക്ക് ഒരിക്കലും അതിന് ഒരു പകരം വെക്കാനായിട്ട് ഒന്നുമില്ല. ഇപ്പം അമ്മയെ പോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അച്ഛനും. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ കൂടുതൽ കൺസേൺ കൊടുക്കുന്നത് അമ്മയ്ക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. എന്ത് കാര്യത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. എല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അമ്മ. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മളിപ്പോ നമ്മൾ കുട്ടികളുടെ ആണെങ്കിൽ കൂടി നമുക്ക് ഭയങ്കര അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും നമ്മളെ മനസ്സിനെ നമുക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കും നമ്മുടെ അമ്മേനായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോ നമ്മളെപ്പോഴും അവരെ നന്നായി നമ്മൾ ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ്. നമ്മളിപ്പോ ഒരുപാട് ഓർഫനേജുകള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഉള്ളതാണ് നമ്മുടെ സമൂഹത്തില്. ഒരുപാട് പേര് നമ്മുടെ ഇപ്പൊ സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, ഒരുപാട് ഉപദ്രവിക്കുന്നവരെ. ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നതാണ്, അമ്മമാരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ആളുകളെ ഉപദ്രവിക്കുക. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി, ഡ്രഗ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് സമൂഹത്തിലുള്ള യുവാക്കൾ അങ്ങനെയുള്ള ആളുകൾക്ക് വരുന്നത്. അപ്പം അതൊക്കെ നമ്മൾ പരമാവധി അതൊക്കെ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം. അതിനൊക്കെ അവോയ്ഡ് ചെയ്യണം. എന്നും എപ്പോഴും നമ്മൾ അവരെ കെയർ ചെയ്യുക, അങ്ങനെ ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ആളാരാണ് ഈ ഒരു ടോപ്പിക്കുമായി സംസാരിക്കുന്നത്? അടുത്ത ആരാണ്? ഞാൻ പറയാം മാം. ആശ സുമേഷ്. ആശ. പിന്നെ എനിക്കിപ്പം ഒരു ഫ്രണ്ട് പറഞ്ഞു ലുദിയ അമ്മയെ കുറിച്ച്. പക്ഷെ എനിക്ക് ആ അമ്മയുടെ ഒരു ഇതും കിട്ടാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം വളരെ ചെറുതിലെ അമ്മയും അച്ഛനും ചെറിയൊരു ഇഷ്യൂ കാരണം അവർ വേർപെട്ട് നിന്നു. ഇപ്പം അച്ഛൻ മരണപ്പെട്ടു, അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ 3 പെൺമക്കളാണ്. അപ്പം എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ഇപ്പം കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡ് നോക്കുന്നുണ്ട്, കുട്ടികളെ കാര്യം നോക്കുന്നു. പക്ഷെ ഏത് ഇതിലെത്തിയാലും നമുക്ക് അമ്മയോടുള്ള ആ ഒരു അമ്മ തരുന്ന ആ ഒരു ഇത് നമുക്ക് ആ ഫീലിംഗ് കിട്ടുന്നില്ല. അത് ഹസ്ബൻഡ് തന്നാലും അച്ഛൻ തന്നാലും മറ്റുള്ള ബന്ധുക്കൾ തന്നാലും ആ ഒരു ഇത് കിട്ടാത്തൊരു വിഷമം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം എല്ലാ ഫ്രണ്ട്സുമാരൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കും. കാരണം അവര് തമ്മിൽ ഇഷ്യൂ കാരണം അങ്ങനെ ആയതെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മുടെ മക്കളാണ്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇന്നും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പം അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പല വിഷമം പറയാമായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള വേറെ എന്തെങ്കിലും പറയാമായിരുന്നുള്ളൊരു ഇത്. അതുകൊണ്ട് അമ്മ എന്നുള്ളത് എന്താ പറയാ, നമുക്ക് എത്ര ആൾക്കാർ സപ്പോർട്ട് ഉണ്ടായാലും അമ്മ തരുന്ന ഒരു സപ്പോർട്ടും കാര്യവും വലിയൊരു കാര്യം തന്നെയാണ്. അമ്മക്ക് തുല്യം അമ്മ മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. Okay, very good, Asha. Next, your favorite person. Your favorite person. ആരാണ്? ആളെ കുറിച്ച് ആരാണെങ്കിലും അയാളെ കുറിച്ച് ഇങ്ങനെ brother, my brother. ആരാണ്? എന്റെ ഏട്ടൻ. My brother. My brother. Okay. Miss ചേട്ടൻ. ഏട്ടൻ പറഞ്ഞ ചേട്ടൻ. ഇന്ദുജ ഇപ്പൊ സംസാരിക്കുന്നുണ്ടോ? ആ മാം, കേൾക്കുന്നില്ലേ? ഓക്കെ. ഭയങ്കര എക്കോ ആണ്, സംസാരിക്കൂ. ആണോ? പറയൂ, സമയം പോണു. എന്റെ ഏട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് എല്ലാമാണ് മാം. എന്ന് വെച്ചാൽ എനിക്ക് അമ്മയില്ലായിരുന്നു ചെറുതിലെ. അപ്പോ എന്റെ ഏട്ടനായിരുന്നു എന്നെ എല്ലാവരുടെയും, എനിക്ക് എല്ലാ സപ്പോർട്ടും എല്ലാം കൊണ്ടുവന്ന എന്റെ ഏട്ടനായിരുന്നു. ചേച്ചിയുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും അച്ഛനും അമ്മയും എല്ലാത്തിനെയും കാട്ടി എന്നെ നോക്കിയത് അമ്മയും അച്ഛനെ പോലെ എന്റെ ഏട്ടനായിരുന്നു എന്നെ നോക്കിയത്. അപ്പൊ എന്റെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളൊരു ഫേവറേറ്റ് പേഴ്സൺ തന്നെയാണ് എനിക്ക്. എന്ന് വെച്ചാൽ ഒരു വേല തന്നെയാണ് വെച്ചാൽ എന്റെ ഭർത്താവിനെയും കാട്ടി എന്നെ സപ്പോർട്ട് ചെയ്യലും എല്ലാ കാര്യവും നോക്കുന്നതും എല്ലാം എന്റെ ഏട്ടൻ തന്നെയാണ്.
ഇപ്പൊ ഒരു സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ഫസ്റ്റ് പറയണമെങ്കിൽ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്റെ ഏട്ടനോടാ. അപ്പൊ അത്രേ ഉള്ളൂ ഏട്ടനെ കുറിച്ച്. ശരി ശരി ശരി. ഞാൻ ആരാണ് പറയുന്നത്? യുവർ ഫേവറേറ്റ് പേഴ്സൺ ആരും ആവട്ടെ. ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അല്ലേ? ഓക്കെ, പറയൂ. പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞവര് പറയണം കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്തവര് പറയേണ്ടി വരും. എന്താ പറഞ്ഞു? എന്റെ പ്രധാനപ്പെട്ട വ്യക്തി ഹസ്ബൻഡാണ്. പറയണോ? പോയോ? മാം നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും എല്ലാ കാര്യവും എനിക്ക് തരുന്നത് എന്റെ ഹസ്ബൻഡാണ്. എല്ലാം എന്ത് രീതിയിൽ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണോ? അതെ അതെ. പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, പറഞ്ഞോളൂ. നേരത്തെ പറഞ്ഞ കണ്ടിന്യൂ തന്നെയാണ്. ഇപ്പൊ ഹസ്ബൻഡാണ് എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും പിടിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പിന്നെ എന്താ പറയാ ഏറ്റവും വലിയൊരു രീതിയിലുള്ള ആ ഒരു വ്യക്തി എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. എന്നും എന്നും എപ്പോഴും ഒരു തരത്തിൽ ഇന്ന് വരെ ഒരു പ്രശ്നത്തിലും ആ രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കാര്യത്തിലും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ മാം. Okay. Next topic, benefits of reading. Benefits of reading. വായനയുടെ പ്രാധാന്യം. Benefits of reading. മാം ഞാൻ പറയട്ടെ? അമൃതയാണോ? അതെ അതെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് വായനയുടെ പ്രാധാന്യമാണ്. നമ്മൾ ഓരോ ദിവസവും വായിച്ചു വേണം വളരണമെന്നാണ് പറയുന്നത്. കാരണം വായന അത്രയേറെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. നമ്മള് ഓരോ നമ്മളെ അറിവുകളും പകർന്നു കിട്ടുന്നത് വായനയിലൂടെയാണ്. നമ്മളിപ്പം എത്ര തന്നെ സുഹൃത്തുക്കൾ ഉണ്ടായാലും എത്ര തന്നെ ടീച്ചർമാർ നമുക്ക് പറഞ്ഞു തന്നാലും നമ്മൾ വായിക്കുന്നതിലൂടെ നമുക്ക് കൂടുതലും അറിവ് നേടാനും മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊരു പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് 100 സുഹൃത്തുക്കൾക്ക് തുല്യമായിട്ടാണ് വരിക എന്നാണ് പറയുന്നത്. അത്രയേറെ പ്രാധാന്യം നമ്മളെ വായനയിലുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും സോഷ്യൽ മീഡിയ അതുപോലെയുള്ള മേഖലയിലേക്ക് പോകുമ്പം വായനയുടെ അളവ് വളരെ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കഴിവതും ഒരു പുസ്തകമെങ്കിലും, ഒരുപാട് നോവലുകളുണ്ട്, ഒരുപാട് കവിതകളുണ്ട്, ഓരോരുത്തർ എന്താ പറയേണ്ടത് അവരുടെ ജീവിത സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ നമുക്ക് കഴിവതും ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും നമ്മൾ ആ പുസ്തകം വായനയിലേക്ക് നീങ്ങി അതിലൂടെ നമുക്ക് അറിവ് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? ബെനിഫിറ്റ്സ് ഓഫ് റീഡിംഗ് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി നിങ്ങൾ. അതല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കും. ഹായ് മാം. പറയൂ. Good afternoon, dear ma'am. വായനയുടെ
ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പുസ്തകം എന്ന് പറയും. അപ്പം ആ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കുഞ്ഞുണ്ണി മാഷ് പറയും പോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലേ വളയും എന്ന് പറയും പോലെ അറിവുകൾ നല്ല മാറ്റങ്ങൾക്ക് കാരണമാകും. അപ്പൊ നല്ല അറിവിനായിട്ട് നമുക്ക് വായനാശീലം നമ്മൾ കൂട്ടണം. നമ്മളായാലും നമ്മുടെ മക്കളായാലും വായനയിലൂടെ അവർക്ക് നല്ല രീതിയിലുള്ള അറിവ്, അതുപോലെ നല്ല രീതിയിലുള്ള സംസാര രീതി എല്ലാം സ്വായത്തമാക്കാൻ പറ്റും. നമുക്ക് മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികൾ അതെല്ലാം നമുക്ക് അറിവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പം ഡെയിലി ഉള്ള ന്യൂസ് പേപ്പർ റീഡിങ് അങ്ങനെയുള്ള ഓരോന്നും നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് അത്രയും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ വായന ഒരു ശീലമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ഓക്കെ, ശരി, താങ്ക് യു. രണ്ടുപേര് പറഞ്ഞില്ലേ ടോപ്പിക്? പറഞ്ഞല്ലോ അല്ലെ? നെക്സ്റ്റ് ടോപ്പിക് ഹാപ്പിനെസ്. സന്തോഷം, ഹാപ്പിനെസ്. എന്താണ് ഹാപ്പിനെസ്? പറയാ നിങ്ങള്? പറഞ്ഞില്ലെങ്കിൽ ടോപ്പിക് മാറ്റും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം മൊത്തം ഹാപ്പി കിട്ടുമെന്ന് പറയുന്നില്ല, എങ്കിലും ഒരു നൂറിൽ ഒരു 80% നമുക്കത് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഹാപ്പി എന്ന് പറയാം. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. ഓക്കെ മാം. ഹാപ്പിനെസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ആ ഒരു വാക്കിന് ഒരു മൂല്യമല്ലേ? 53 സ്റ്റുഡൻസ് ഉണ്ട് നമ്മളുള്ളതില്. 53 സ്റ്റുഡൻസിനും ഹാപ്പിനെസിനെ പറ്റി ഒരു ധാരണയില്ല. എന്താണ് ഹാപ്പിനെസ്? ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ബഹുമാനപ്പെട്ട അധ്യാപിക, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വില കൊടുത്താലും നമുക്ക് കിട്ടാത്ത ഒരു സാധനമാണ് ഹാപ്പിനെസ്. ഇപ്പോൾ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിന് തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ സന്തോഷം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഒരു വ്യക്തിയോട് നമുക്ക് ഹാപ്പി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പം മലയാളികളാണെങ്കിൽ പറയും കുഴപ്പമില്ല. പക്ഷെ ആരും എല്ലാവർക്കും സന്തോഷം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ട്. അപ്പൊ ഒരു വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ സന്തോഷം കാണും, സന്തോഷം സമാധാനം ഒക്കെ വളരെ വിരളമാണെന്ന് തന്നെ പറയും ഇപ്പോഴത്തെ ഈ കാലത്ത്. പക്ഷെ പണ്ടുള്ള വ്യക്തികളിലൊക്കെ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ നമ്മളിപ്പോ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നു, അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമുക്ക് ഹാപ്പി ആകുന്നു നമുക്ക് പറയാം. പക്ഷെ ആ ജോലി കിട്ടുമ്പോൾ നമുക്ക് അതിലുണ്ടാകുന്നുണ്ട് സ്ട്രെസ്, ഇല്ലേ? സ്ട്രെസ് ഉണ്ടാവുന്നു. അപ്പോൾ ഒരു വ്യക്തി 100% ഹാപ്പി ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഹാപ്പി ആകണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹാപ്പി ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു വ്യക്തിയെ ഹാപ്പി ആക്കാനും ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഹാപ്പി ആക്കാൻ. പക്ഷെ അത് കണ്ടിന്യൂസ് ആയി പോണോന്ന് പറയത്തില്ല. ഞാൻ പറയാം. അപ്പോ സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഇടയിൽ വേറൊരു തരത്തിലുള്ള സന്തോഷമുണ്ട്, മുതിർന്നവർക്കിടയിൽ മറ്റൊരു തരത്തിലുള്ള സന്തോഷം. അപ്പൊ സന്തോഷം പല തരത്തിലുണ്ട്. ഇപ്പൊ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു മിഠായി കൊടുക്കുമ്പോൾ അത് അവർക്ക് സന്തോഷമായിരിക്കും, മുതിർന്നവർക്ക് ഒരു ജോലി കിട്ടുമ്പോൾ അത് സന്തോഷമായിരിക്കും. പക്ഷെ ഒന്നും പെർമനന്റ് അല്ല. പെർമനന്റ് ആയിട്ടുള്ളൊരു സന്തോഷം നമുക്ക് ഈ ലൈഫിൽ കിട്ടുക എന്നുള്ളത് ഭയങ്കര വിരളമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സന്തോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ടോപ്പിക് പറഞ്ഞു ഞാൻ പറയണം. നന്നായിട്ട് പറഞ്ഞേട്ടാ. ഹാപ്പിനെസ് എന്ന് പറയുമ്പോ തന്നെ മിസ്, എന്റെ ഹാപ്പിനെസ് അഭിപ്രായത്തില് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നാണ്. ആരും കൊണ്ടൊന്നും തരൂല മിസ്. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക, സന്തോഷിക്കുക. യെസ്, ശരിയാണ് പറഞ്ഞത് അല്ലേ. ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഡെത്ത് എന്നൊരു വാക്ക് കേൾക്കുമ്പോ, മരണം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ ശരിയാണോ, കരച്ചിലാണോ, അല്ലെങ്കിൽ ഫേസിൽ എങ്ങനെയാണ് എക്സ്പ്രഷൻ വരുന്നത്? നമുക്ക് സാഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ് ആണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ, എക്സ്പ്രഷൻ ആണ് കാണിക്കുന്നത്. പക്ഷെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോഴോ കണ്ടോ, പറയുന്നതിൽ തന്നെ മാറും അല്ലെ. യെസ്, അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിൽ തന്നെയാണ്, സംബന്ധിച്ചു. പക്ഷെ രണ്ടും മാറി മാറി പോകുന്നുണ്ട്. സന്തോഷവും സങ്കടവും കൂടി രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്, എല്ലാവരും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. രണ്ടും നമ്മുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യമായിക്കോട്ടെ, വലിയ കാര്യമായിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തിയാൽ മതി. ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ എപ്പോഴും ഹാപ്പി. ഞാൻ അങ്ങനെയാണ് മിസ്. ചെറിയ കാര്യങ്ങളായാലും അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെയാണ് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്താം. ഇപ്പൊ മോണ്ടിസോറി ടീച്ചറിൽ കയറിയത് തന്നെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ചു പേരായിട്ട് കൂടണം, സംസാരിക്കണം, അതെ, ടൈം സ്പെൻഡ് ചെയ്യണം, എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു ഇതിലാണ്, അങ്ങനെ സന്തോഷം കണ്ടെത്തി. പിന്നെ കുട്ടികളിലൂടെ സന്തോഷം കണ്ടെത്തും. അവരുടെ പഠനത്തില്, അവരുടെ വളർച്ചയില്, അവരുടെ ആരോഗ്യത്തില്, അവർക്ക് ഓരോന്ന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പോലും അതിലും സന്തോഷം കണ്ടെത്തും. നമുക്കിനി അധികം സമയങ്ങളില്ല. നമ്മുടെ ഓരോ സമയങ്ങളും സെക്കൻഡുകൾ, നിമിഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് സന്തോഷിക്കാന്ന് വെച്ച് മാറ്റിയിരിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിരുന്ന സാധനമല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോഴുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ഉണ്ടാവുന്ന പോലും നമുക്കറിയില്ല അല്ലെ. ശരിയാണ്. അതെ, കാരണം എന്താന്ന് വെച്ചാലേ നമ്മൾ ഇപ്പൊ ഈ കോഴ്സ് ചേർന്നതിലൂടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നത്. നമ്മളിപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോ മെയിൻ 102 മെമ്പേഴ്സ് നമ്മുടെ മെയിൻ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ നമുക്ക് പരസ്പരം നമ്മൾ അത്രയും ഹാപ്പിയാണ്. ഇപ്പം നമുക്കിപ്പോ ഒരു വിഷമം ഉണ്ടെങ്കിലും എല്ലാം നമ്മൾ ഷെയർ ചെയ്യാണ്. ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു. പല ജില്ലകളിലുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയത്. ഇപ്പം തൃശ്ശൂര്, കണ്ണൂര്, കാസർഗോഡ് അങ്ങനെ എല്ലാം പോവാണ്. അപ്പൊ നമുക്ക് അത്രയും ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയപ്പോ. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഒരു മൊമെന്റ് സന്തോഷിക്കാൻ കിട്ടുന്നെങ്കിൽ അത് പരമാവധി നമ്മൾ യൂസ് ചെയ്യാം. സന്തോഷിക്കുന്ന ടൈമില് പരമാവധി സന്തോഷിക്കണം മിസ്. എപ്പോഴും ഉണ്ടാവൂല സന്തോഷം. പെട്ടെന്ന് മോളൊന്ന് വീണു, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വയ്യായിക വന്നു, അപ്പൊ തീർന്നു സന്തോഷം. പിന്നെ വിഷമമായി പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അസുഖം മാറും, പിന്നെ സന്തോഷം മാറും, പിന്നെ വീണ്ടും നമ്മള് ഹാപ്പിയിലാവും. അതുവരെ നമുക്ക് വിഷമഘട്ടമാണ്. ഒരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ ഹാപ്പിനെസ് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? എക്സ്പയറി ഡേറ്റ് ഇല്ല മിസ്. എങ്കിലും ഒന്ന് ആലോചിച്ചേക്കാം. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെ? സന്തോഷത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? അൺലിമിറ്റഡ് ആണോ? വിഷമമുണ്ടെങ്കിലും അത് സന്തോഷത്തിനും എക്സ്പയറി ഡേറ്റ് ഇല്ല, സങ്കടത്തിനും എക്സ്പയറി ഡേറ്റ് ഇല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും നാള് വരെ പരമാവധി നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. എല്ലാം ജീവിതമായതുകൊണ്ട് എല്ലാം അനുഭവിക്കേണ്ടി വരും. ഒറ്റപ്പെടലും വിഷമങ്ങളും എല്ലാം, അതിന്റെ ഇടയിൽ സന്തോഷവും എല്ലാം കൊണ്ടുപോകും. അച്ഛനെ എന്താ പറഞ്ഞേ? ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ. നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ജീവിതം എങ്ങനെയായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതൊരു വലിയൊരു ഘടകമാണ്. സമാധാനം ഉള്ളപ്പോഴാണ് സന്തോഷം ഉണ്ടാവും നമ്മൾ പറയാറില്ലേ. സമാധാനം എന്താണ്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവർക്കും സമാധാനത്തോടെയാണ് രാത്രി കിടന്നുറങ്ങുന്നത്? നിങ്ങൾ എല്ലാവരും സത്യം പറയണം, എത്ര പേര് സമാധാനമായിട്ട് റിലാക്സ് ചെയ്ത് ഉറങ്ങുന്നുണ്ട്? ഹാപ്പി ആയ സമയത്ത് സമാധാനം ഉണ്ടാവും. ഫുള്ളായിട്ട് നമുക്ക് സമാധാനം കിട്ടുമെന്ന് ചില ദിവസം റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങും, ചില ദിവസങ്ങളുടെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. മാക്സിമം നമ്മൾ ഏറ്റവും അടുത്ത് പിടിക്കാൻ നോക്കുന്നത് നമ്മുടെ സങ്കടങ്ങളെ തന്നെയാണ്. നിങ്ങൾ എന്നാലും ശരിയല്ലേ? സന്തോഷം അവിടെ നിൽക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് സന്തോഷം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതിലേക്ക് എത്താൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെ വിചാരിച്ചാൽ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. എന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സമ്മതിച്ചു, പക്ഷെ ഇന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങണം. ഇന്നത്തെ രാത്രി ഉറങ്ങണമെന്ന് നമ്മൾ തീരുമാനിച്ച് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ
പിറ്റേ ദിവസം ഉണ്ടല്ലോ, പിറ്റേ ദിവസം നമ്മൾ ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. പിറ്റേ ദിവസം നമ്മൾ എന്തൊക്കെ ആ കാരണങ്ങൾക്ക് അത് എന്ത് പ്രോബ്ലം ആണോ അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും തന്നെ വിശ്വസിച്ചിട്ട് അന്നത്തെ ദിവസം കിടന്നുറങ്ങുക. അങ്ങനെ കുറവ് വേണമെങ്കിൽ എല്ലാ രാത്രികളും നമുക്ക് സുന്ദരമായിരിക്കുള്ളൂ. അല്ലാത്ത പക്ഷെ എല്ലാ ദിവസങ്ങളും നമുക്ക് കരിവീരമായിരിക്കും. ഇവിടെ ഒരാള് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇപ്പൊ ഈ ക്ലാസ്സിൽ കയറിയത് മോണ്ടിസോറി കയറിയത് ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടി, ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞേ അല്ലെ? സത്യമാണ്. എന്താണോ ടീച്ചർമാരാർക്ക് ഭയങ്കര സാധനങ്ങളാണോ നിങ്ങള്? ടീച്ചർമാരെ കിട്ടിയതിലും അതിലേറെ സന്തോഷം മിസ്. അതെല്ലാ ടീച്ചേഴ്സും നല്ല കോർപ്പറേറ്റീവ് ആണ്, നന്നായിട്ട് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്, വീട്ടിലെ കാര്യങ്ങള്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള്, അങ്ങനെയൊക്കെ. മാം ചിലപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ കയറുമ്പോ ഇവര് തല്ലുകൂടും. അതൊരു രസമാണ് കേൾക്കാൻ വേണ്ടി തന്നെ. നല്ല ഒരു സ്നേഹത്തോടുള്ള വാക്കുകളും എല്ലാം. സ്നേഹത്തോടുള്ള തലപ്പെടുത്തങ്ങൾ കുഴപ്പമില്ല, പക്ഷെ അതിൽ കിടന്നു കഴിഞ്ഞാല് അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവരുത് കേട്ടോ. അതല്ല മാം ഉദ്ദേശിച്ചത്, അവര് തമ്മിലൊരു കോമ്പിനേഷൻ. നമ്മള് വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യല്ലോ മിസ്. ഓരോ കാര്യങ്ങള് വീട്ടിലെ പണികളായാലും അങ്ങനെയൊക്കെ എല്ലാരോടും ഷെയർ ചെയ്യുമ്പോ വിഷമങ്ങൾ. ഇന്നലെ ഒരു കുട്ടി ശരണ്യ ഒരു വിഷമം പറഞ്ഞായിരുന്നു മിസ്, ഇന്നലെ ടോപ്പിക് ഇട്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഇത്രയും ശരണ്യക്ക് ഇങ്ങനെ വിഷമം ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അനിയന്റെ ഒരു കാര്യം പറഞ്ഞത്. അത് ഞാൻ വീണ്ടും തുടരണില്ല മിസ്, അത് ഇന്നലെ ഭയങ്കര വിഷമമായിട്ട് മിസ് വരെ വിഷമിച്ച് പോയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഒരാളെ കാര്യങ്ങൾ അറിയുമ്പോ നമുക്ക് ഇത്രയും കുറെ ബാച്ചസ് നമ്മൾ പഠിപ്പിച്ചതിന്റെ അനുഭവം വെച്ച് പറയാണ്. 100 സ്റ്റുഡൻസ് അതിന് മേലെ സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 100 പേരുടെയും അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കില്ല അങ്ങനെയുള്ളതാണെന്ന് പോലും, പക്ഷെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ പല സാഹചര്യത്തിലും നമ്മളൊക്കെ കരയാതെ പിടിച്ച് നിന്നിട്ടുണ്ട്. പല സാഹചര്യങ്ങളും പലതും പറയുന്ന കേട്ടാലേ. അപ്പൊ ഞങ്ങളുടെയെങ്കിലും അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, എത്ര പേരെ നമ്മളിതിങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ചിലര് ഭയങ്കര ബോൾഡ് ആയിരിക്കും. ചില കുട്ടികളോട് നമുക്ക് അഭിമാനം തോന്നും. കാരണം അത്രയും ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്ന് ഇത്ര നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവരെയൊക്കെ എന്താ പറയാ, ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഒരു കുട്ടി ഇതേപോലെ തന്നെ, നിങ്ങൾ ശരണ്യയുടെ പറഞ്ഞ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, പക്ഷെ അതേപോലെ എനിക്ക് മനസ്സിലായി. ഏകദേശം കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും കാര്യമെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് കേൾക്കുമ്പോ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യനാണ് അല്ലെ, എല്ലാ ഫീലിങ്സ് ഉള്ള മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നത് 50-50 പെട്ടെന്ന് വിഷമം വന്ന കൂട്ടുകാരാണ്. പെട്ടെന്ന് ഇമോഷണൽ ഇതിലേക്ക് പെട്ടെന്ന് സങ്കടം വരാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് സങ്കടം വന്ന നമ്മുടെ കൂട്ടത്തിൽ ആരായിരുന്നു? ഐശ്വര്യ എന്നാണ് അല്ലെ? ഐശ്വര്യ ക്ലാസ്സിലല്ലേ? അമ്മയുടെ കാര്യം. അങ്ങനെ പിഞ്ച് ഹൃദയങ്ങളാണ് ഇവിടെ ഉള്ളത്. അതെ മിസ്, അമ്മ മാതൃവാത്സല്യത്തിന്റെ ഒരു പ്രതീകമാണല്ലോ. അപ്പൊ അമ്മയെ കുറിച്ച് പറഞ്ഞ ആർക്കായാലും വിഷമങ്ങളും കരഞ്ഞു പോകും മിസ്. വേണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ടോപ്പിക്സ് തന്നത്? ടോപ്പിക് ചെയ്തതില് കുറെ പേര് ആധികാരികമായിട്ടൊക്കെ സംസാരിച്ചു. കൊടുത്ത ടോപ്പിക്ക് ആധികാരികമായിട്ട് അതിന്റെ സ്ട്രക്ചറിൽ പറഞ്ഞവരുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ അവർക്കത് പറഞ്ഞ് പ്രിപ്പയർഡ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇതിന് മുമ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കും. ചിലവരെങ്ങനെ പറഞ്ഞത്, ടോപ്പിക് എന്തോ അറിയാം, പക്ഷെ അത് കൃത്യമായ ഒരു സ്ട്രക്ചറിൽ ഘടനയിൽ പറയാൻ അറിയാൻ പാടില്ല അല്ലെ? അങ്ങനെ പറഞ്ഞവരുണ്ട്. പക്ഷെ പല ടോപ്പിക്സിൽ ഇങ്ങനെ അവിടെ നിന്നൊക്കെ കണക്ട് ചെയ്തും പറഞ്ഞവരുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു പോയിന്റ് കഴിഞ്ഞ് അടുത്ത പോയിന്റ് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അല്ലെ? അടുത്ത പോയിന്റ് നിങ്ങൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റ് വരെ എത്തിച്ച് നിങ്ങൾ സംസാരിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ എത്ര ടോപ്പിക്സ് നോക്കി? ഇവിടെ എത്ര ടോപ്പിക്സ് ആണ് എടുത്തത്? അനുമോളെ 7 ടോപ്പിക്. 4 ടോപ്പിക്. ഞാൻ വേറൊരു ക്ലാസ് ചെയ്തപ്പോ 9 ടോപ്പിക് ചെയ്തു. 9 ടോപ്പിക് എന്ന് പറയുമ്പോ അവര് വളരെ ബ്രീഫ് ആയിട്ടാണ് പറഞ്ഞത്. വളരെ ബ്രീഫ് എന്ന് വെച്ചാൽ നിങ്ങൾ പക്ഷെ ഒരു ടോപ്പിക്കിന് അത്യാവശ്യം സമയം എടുത്ത് സംസാരിച്ചു അല്ലെ? അനു ആണെങ്കിലും പിന്നെ ആരാണ്, ആശയാണെങ്കിലും ഒക്കെ എന്താണ്
ഷാരി മോൾ, ഇവരൊക്കെ എന്താണ് അത്യാവശ്യം സമയം എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്യാവശ്യം പറയാൻ കിട്ടുന്നുണ്ടായിരുന്നു അല്ലെ? പറയാൻ കിട്ടുന്നുണ്ട്. പറയാൻ കിട്ടുന്നത് തന്നെ നിങ്ങൾക്ക് നല്ല സ്കില്ലുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കില്ലുണ്ട്. അപ്പൊ നമ്മള് ഒരു അധ്യാപകന്റെ ആയുധം എന്ന് പറയുന്നത് എന്താ സാധനം? എന്ത് സാധനമാണ് ഒരു അധ്യാപകന്റെ ആയുധം? നാക്കാണ് അല്ലെ? നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും അറിവുണ്ട്, എനിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് കുട്ടികളോട് പറഞ്ഞ് നമുക്ക് നന്നായിട്ട് സംസാരിക്കാനാണ് കഴിയേണ്ടത് അല്ലെ? അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സംസാരിച്ചില്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്ത് ടോപ്പിക് കിട്ടിയാലും 1-2 സെന്റൻസ് എങ്കിലും നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റണം. കുട്ടികളുടെ മുന്നിൽ ഒരിക്കലും നമ്മൾ മിണ്ടാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കഴിവുകൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ ഒരു കഴിവ് എന്തായാലും നിർബന്ധമായിട്ട് അത് വേണമെന്ന് വെച്ചാൽ നിർബന്ധമാണ്. നമ്മുടെ സംസാരിക്കുന്നതനുസരിച്ച് മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക്കാണോ നമ്മൾ പഠിപ്പിക്കുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് ഇപ്പോ കണ്ടൻസ് അറിയാൻ പറ്റും. കണ്ടൻസ് അറിഞ്ഞെന്ന് വെച്ചിട്ട് നമ്മൾക്ക് വെറുതെ ഇപ്പോ എന്താണ് പ്രകാശ സംശ്ലേഷണം എന്താണ്, ആ കണ്ടന്റ് നമ്മൾ പറഞ്ഞു കൊടുത്തു, കണ്ടന്റ് വെറുതെ പറഞ്ഞു കൊടുത്ത് കുട്ടി പഠിച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ അതൊരിക്കലും ഒരു എക്സ്പ്രസീവ് ആയ ക്ലാസ് ആവില്ല. എങ്ങനെയായിരിക്കണം? അത് നമ്മൾ എക്സാമ്പിളിലൂടെ പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, പലതരത്തിൽ അവരോട് തന്നെ ചോദിക്കണം. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്താണ്, നമുക്ക് സംസാരിക്കാൻ ആദ്യം അറിയണം അല്ലെ? കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമുക്ക് അറിയാൻ പറ്റണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എത്ര പേര് നന്നായിട്ട് സംസാരിക്കുമെന്ന് ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ. എന്ത് ടോപ്പിക് കിട്ടിയാലോ എത്ര പേരെങ്ങനെ നിങ്ങൾ സംസാരിക്കണം അറിയാൻ വേണ്ടിയിട്ട്. വലിയ വലിയ ടോപ്പിക്സുകൾ ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ട, വലുത് തന്നിട്ട് ഫസ്റ്റ് അല്ലേ, ഫസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇനി ഇപ്പോഴൊന്നും ഈ ഒരു സെക്ഷൻ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്തിരി കൂടി പോകുമ്പോൾ കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളിൽ കുറെ ഡെവലപ്മെന്റ്സ് ഇനിയും സംഭവിക്കും. ഇപ്പൊ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സിൽ കൂടെ മാത്രമാണ് നിങ്ങൾ പോകുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്താണ്, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പഠിച്ച് സൈക്കോളജി ആയിട്ടുള്ള പുതിയ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു വരുമ്പോൾ കുറെ കൂടി ഇരുത്തം വരും. എന്തൊക്കെ പറയണം, എങ്ങനെ പറയണം എന്നുള്ള രീതിയിൽ അത് വരും, അതിലേക്ക് വരണം. അപ്പോ നിങ്ങളിപ്പോ സംസാരിക്കാത്ത ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുറെ പേരുണ്ടാവായിരിക്കും അല്ലെ? നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് അധികം മുന്നോട്ട് വരാതെ സംസാരിക്കാത്തവരുണ്ടാവും. പക്ഷെ എല്ലാവരും ഒരേപോലെ 100 പേരുണ്ടെങ്കിൽ 100 പോലെ ഒരേപോലത്തെ മോണ്ടിസോറി ടീച്ചേഴ്സ് ആയിട്ട് മാറണം. ഡിഫറെന്റ് ലെവൽ ഓഫ് സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറ്റ്ലീസ്റ്റ് ഇവിടെ കോൺവൊക്കേഷൻ വരുന്ന സമയത്ത് മൈക്ക് എടുത്ത് എന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാൻ, നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ധൈര്യം ഈ ഒരു വർഷം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, കുറെ പേർക്ക് ഉണ്ട്, പക്ഷെ ഇല്ലാത്തവരുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്കില്ലുകൾ നമ്മുടെ കണ്ടൻസ് പഠിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പഠിക്കുന്ന പ്രാക്ടിക്കൽസ് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. കുറെ പേര് മാറി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. നിങ്ങളുടെ ക്ലാസ്സിൽ കുറെ പേര് അധികം മുന്നോട്ട് വരാതെ നിൽക്കുന്നുണ്ടാവില്ലേ? അധികം സംസാരിക്കുന്നില്ല, അധികം ഇടപഴകുന്നില്ല. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കുറെ പ്രൊമോട്ട് ചെയ്യും നിങ്ങളും, പക്ഷെ നിങ്ങളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ ജയശ്രീ പറഞ്ഞത്, ക്ലാസ് കഴിയുമ്പോ അനുമോളാണ് ക്ലാസ്സിനെ പറ്റി പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം അനു കേട്ടിട്ടുണ്ടായില്ല. അനുമോള് കേറാത്ത ദിവസം ഞാൻ ചോദിച്ചു, ഇന്ന് കേറിയില്ലെന്ന് വെച്ചപ്പോ പറഞ്ഞു ഇന്ന് ടീച്ചറെ എനിക്കാണെന്ന് ഡ്യൂട്ടി തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അനു ആണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെയെന്ന്. ഓക്കെ, അങ്ങനെ അനു ജയശ്രീ എല്ലാവരോടും കൂടി പറയണം. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ആ ലീഡർ സ്ഥാനം, ഇപ്പൊ നിങ്ങൾ ലീഡർ എന്ന നിലയിൽ തന്നെ വിചാരിച്ചു, ഇങ്ങനെ നിങ്ങൾ മാറി ചെയ്യാം ഓരോരുത്തർ. ഇപ്പൊ അനു ചെയ്തെന്നാണ് അനുവിന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന്. അതേപോലെ മറ്റുള്ളവരെയും കൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ക്ലാസ്സിൽ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാനോ അങ്ങനെയും കൂടി ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവരുടെ ഉള്ളിലുള്ള ഒരു നല്ല ടീച്ചർ, നല്ലൊരു അധ്യാപകനെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റണം. പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു ചെറിയ കാര്യം പോലും മിസ് ഓർത്ത് പറഞ്ഞതിലും ഭയങ്കര സന്തോഷം. പ്രതീക്ഷിച്ചില്ല മിസ് അത് ഓർത്തിട്ടുണ്ടെന്നുള്ള. നല്ല വലിയ കാര്യമാണ് അതിന് ചെയ്യുന്നത്. കാരണം ചിലവര് നമ്മൾ പറയാറില്ല, ഇവിടെ കുറെ പേര് ഗ്യാപ്പ് ഇട്ട് കയറിയവരുണ്ടാവും. ചിലപ്പോ നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുത്താലും നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അത് നിങ്ങളുടെ ടോക്ക് എന്ന് പറയുന്ന കുറച്ചും വ്യത്യാസം ഉണ്ടാവും അല്ലെ? ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അനുവിനും മാത്രമല്ല മിസ്, അന്നത്തെ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ വരെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു എന്താണ് അന്ന് ക്ലാസ്സിൽ എടുത്തത് എന്നുള്ളത്. ഒട്ടുമിക്കവർക്കും ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ എല്ലാവരും ഉഷാറാണ് മാം. ജയശ്രീ, അനു, എല്ലാവരും നല്ല ഉഷാറുള്ള വ്യക്തികളാണ്. ജയശ്രീ താങ്ക് യു ആശ. നല്ല രസമാണ് ഇവര് ഗ്രൂപ്പിൽ സംസാരം കേൾക്കാൻ.
നമുക്ക് നമ്മളെ പഠിപ്പിക്കാനുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിക്കുമായിരിക്കും അല്ലെ. എല്ലാ മെത്തേഡ്സും പഠിച്ച് പ്രാക്ടിക്കൽസ് ഒക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴും നമുക്ക് നമ്മൾ എന്താണ് ക്ലാസ്സിൽ പോയി ഇങ്ങനെ ഒരിക്കലും വെറുതെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത്. അതായത് ഒരു അധ്യാപിക മിണ്ടാതെ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമാണ്. ഇതൊരിക്കലും ഉണ്ടാവരുത്. നമുക്ക് ഇൻ കേസ് നമുക്ക് പഠിപ്പിക്കാൻ ഒരു ടോപ്പിക് ഇല്ലെങ്കിൽ കൂടി എന്താണ് കുട്ടികളെ നമുക്ക് എന്തെങ്കിലും വെച്ച് പറയാൻ പറ്റണം. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ അറിയണമെങ്കിൽ എന്താണ് അത്യാവശ്യം നമ്മള് സംസാരിച്ചിരിക്കണം അല്ലേ. ഓക്കെ, അപ്പൊ അത് ഏറ്റവും അത്യാവശ്യം ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങള് പിന്നെ ഒരു കാര്യം പറയാം, ടീച്ചർ ഇപ്പോഴേ പറഞ്ഞു തരാണ്. നിങ്ങള് ചെറിയ ചെറിയ ടോപ്പിക്സുകൾ വെച്ചിട്ട് ക്ലാസ് എടുത്ത് പഠിച്ചു തുടങ്ങണം. മനസ്സിലായോ? അതായത് നമ്മുടെ മിററിന്റെ മുമ്പിലോ കണ്ണാടിയുടെ മുമ്പിലോ, അല്ലെങ്കിൽ കണ്ണാടി ഒന്നും വേണ്ട, നിങ്ങളുടെ കുട്ടികളും വേണമെന്നില്ല, കുട്ടികൾ ഇരിക്കുമെങ്കിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഒരു ചെടിയോ പൂവോ പൂമ്പാറ്റോ എന്തായിക്കോട്ടെ, ഒരു കുളമോ അല്ലെങ്കിൽ എവിടെ നിന്ന് പുറത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ. ഇതിപ്പോ കുറച്ച് പൂന്തോട്ടം ഗാർഡൻ അല്ലെങ്കിൽ ഗാർഡന്റെ മുമ്പിൽ നിന്നിട്ട് ക്ലാസ് എടുക്കാം. ഇപ്പൊ നിങ്ങളൊരു അതുപോലെ തന്നെ മോണ്ടിസോറിയിലെ ടീച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷനിലൂടെ കുട്ടികളെ പറഞ്ഞ് കഥകളിലൂടെ പഠിപ്പിക്കുക എന്നുള്ളൊരു മെത്തേഡാണ്. കിട്ടുന്ന സമയത്തിൽ അങ്ങനെ ക്ലാസ് എടുക്കാനായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇഷ്ടമുള്ള ടോപ്പിക്. ഇപ്പൊ സ്റ്റോറി പഠിപ്പിക്കാനാണെങ്കിൽ ഇപ്പൊ ഒരു മരത്തിന്റെ മുമ്പിൽ നിന്ന് മരത്തിന് കുട്ടിയായിട്ട് നിങ്ങൾ സങ്കല്പിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അത് റെസ്പോണ്ട് ചെയ്യില്ല എന്ന് മാത്രം, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാം. ഇപ്പൊ ഏത് സ്റ്റോറിയാണ് അപ്പം ചോദിക്കുമ്പോൾ നമ്മളിപ്പോ കാട്ടിലെ കണ്ണന്റെ കഥ എന്ന് പറയുന്നത് കാട്ടിലെ കണ്ണൻ എങ്ങോട്ടാണ് പോയത് കുട്ടിയോട് ചോദിക്കുക. നമ്മള് വെറുതെ അത് നമ്മള് ക്ലാസ് എടുക്കുന്ന പോലെ ഇപ്പൊ നമ്മള് ടോപ്പിക്സ് മാത്രം എടുക്കുമ്പോൾ വെറുതെ നിന്ന് ടോപ്പിക് എടുക്കില്ല. നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരു അതിന് സെറ്റ് ആയിരിക്കണം. ഇപ്പൊ കുട്ടികളോട് നമ്മള് എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെവി വെച്ചിട്ടാണ് പോസ് ചെയ്യുന്നത് അല്ലെ. അതൊരു പോസിംഗ് ആണ്, അതൊരു മാനറിസം ആണ് അധ്യാപകന്റെ. അതായത് കുട്ടികൾക്ക് മനസ്സിലാകാതെ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ലാംഗ്വേജ് ആണ്, ബോഡി ലാംഗ്വേജ് ആണ്. പിന്നെ നമ്മുടെ മാക്സിമം എങ്ങനെയായിരിക്കണം, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ 2 കൈകൾ ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കണമെന്ന് പറയും. 2 കൈകൾ ഉപയോഗിക്കണം. അതായത് അതേപോലെ തന്നെ എന്താണ് കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം. കുട്ടികളുടെ ഇടയിലേക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബെഞ്ചിലുള്ള കുട്ടികളെ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, സെക്കൻഡ് ബെഞ്ചുണ്ട്, തേർഡ് ബെഞ്ചുണ്ട്, ലാസ്റ്റ് ബെഞ്ചുണ്ട്. ആ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളെ നമുക്കറിയാൻ പറ്റും അല്ലെ. 50 കുട്ടികളോടും സംസാരിക്കണം. 50 കുട്ടികളും നമുക്ക് ഒരേപോലെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ പോസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന നടപ്പ് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന നോട്ടം, നമ്മൾ ബോർഡിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇതൊക്കെ ഒരു ക്ലാസ് റൂമിന്റെ അകത്താണ് നടക്കുന്നത്. അതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ നിരന്തരം ക്ലാസ് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന്റെ സെഷനൊക്കെ വരും അല്ലെ. ആ സമയത്ത് പേടി കൂടാതെ, ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പേടിയായിരിക്കും ചിലപ്പോൾ അല്ലെ. പേടി കൂടാതെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആക്ഷൻ സോങ്സ് ചൊല്ല, സ്റ്റോറി ചൊല്ല, ഇഷ്ടമുള്ളത് പസിൽസോ ഗെയിംസോ എന്ത് വേണമെങ്കിലും സമയം കിട്ടുന്നതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. താങ്ക് യു മിസ്, വെരി ഗുഡ് ക്ലാസ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മിസ്. സൈൻ ഔട്ട് ഉണ്ടോ? ഞാനാണ് മിസ്. ആരാണ്? ഞാനാണ് ലുദിയ. ലുദിയ പറയും. ഇത്രയും മനോഹരമായി നമുക്ക് ക്ലാസ് എടുത്തു തന്ന മിസ്സിന് ഒരുപാട് നന്ദി. കാരണം നമുക്ക് ഇന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റി, ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള എല്ലാവരും കാഴ്ചപ്പാടുകളും നമുക്ക് അറിയാൻ പറ്റി. ഇത്രയും മനോഹരമായ ക്ലാസ് തന്നതിന് നമ്മുടെ അധ്യാപികയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. ഇത്രയുമാനോട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ലുദിയ. താങ്ക് യു ലുദിയ. താങ്ക് യു ടീച്ചർ. താങ്ക് യു.